ഹലോ ഗൈസ്, അപ്പോൾ MMA വീക്കിലി ന്യൂസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതൊരു പുതിയ ഫോർമാറ്റാണ്. MMA വീക്കിലി ഹോട്ട് ടോപ്പിക്സ് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, ജസ്റ്റ് റാൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ MMA നിങ്ങൾ ബിഗ്ഗസ്റ്റ് ടോപ്പിക്സ് ഒക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് കണ്ടാൽ മതിയാവും. ജസ്റ്റ് നമ്മുടെ MMA വേൾഡ് ഒക്കെ ന്യൂസ് പോലത്തെ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലിയ വെക്കേറ്റ്സ് ആൻഡ് മൂവ് ടു 155 and he said he will not fight anyone else other than ഇസ്ലാം. ഗൈസ്, എൻ്റെ ഒപ്പീനിയൻ നോക്കണമെങ്കിൽ ഇത് തികച്ചും കറക്റ്റായ ഒരു സ്റ്റാൻഡാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം 100% 145 അൺഡിസ്പ്യൂട്ടഡ് ചാമ്പായിരുന്ന ഡൂഡ് തൻ്റെ ചാമ്പ്യൻഷിപ്പ് സ്റ്റാറ്റസ്, ചാമ്പ്യൻ എന്നുള്ള സ്ഥാനം വെക്കേറ്റ് ചെയ്ത് പേപ്പർ വ്യൂ പോയിന്റ്സും വേണ്ടെന്ന് വെച്ച് എവറിത്തിങ് ദാറ്റ് കംസ് അലോങ്സ് വിത്ത് ബീങ് എ ചാമ്പ്യൻ അതും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ഡിവിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, അതും ഇസ്ലാമായിട്ടുള്ള സൂപ്പർ ഫൈറ്റ് പ്രതീക്ഷിച്ച് മാത്രം മൂവ് ചെയ്യുന്ന ഒരാളോട് ഇനി ഒരു കണ്ടൻഡർ ഫൈറ്റ് ചെയ്യണമെന്ന് പറയണത് എനിക്ക് തോന്നണില്ല ഫെയർ ആയ കാര്യമാണെന്ന്. ഗൈസ്, ഇതേപോലെ തന്നെ അപ്കമിങ് സൂപ്പർ സ്റ്റാർ ആയിരുന്നെന്ന് തന്നെ മെഗാ സ്റ്റാർ ആയിരുന്നു കോണർ മക്ഗ്രെഗർ. 145 ഒരു ഡിഫൻസ് പോലും ഇല്ലാണ്ട് 155 ചാലഞ്ച് ചെയ്തപ്പോൾ ആരും ഒന്നും കംപ്ലൈന്റ് പറഞ്ഞില്ല. എന്ത് കോണറിന്റെ കോപ്പിക്കേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞതെല്ലാം ബാക്കപ്പ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് പോലെ ജയിച്ച ഒരാളാണ് ഇലിയ. ഇത് ഡിസർവ് ചെയ്യണുണ്ട്. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഇലിയക്ക് കൊടുക്കാണ്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഇലിയ വെക്കേറ്റ് ചെയ്ത് പുപ്പുറത്തോട്ട് പോകുന്നു. പിന്നെ ഫൈറ്റ് അറിയാല്ല, ഫൈറ്റിനെ പറ്റി പല പ്രാവശ്യം കാണുകണം പറഞ്ഞാണ്. എനിക്കൊരു 50-50 ഫൈറ്റ് തന്നെയാണ് ഇത്. പിന്നെ ഈ ഫൈറ്റിന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇസ്ലാം ഫാൻസ് കുറെ എതിർക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കലും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇസ്ലാം ഫാൻസിനെ എതിർക്കുന്നത്. കാരണം നമ്മുടെ ഇസ്ലാമിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ, ഇസ്ലാം നീ ഒരു 155 പൗണ്ട് മനുഷ്യനായാൽ മതി, ഗൊറില്ലയാണെങ്കിലും ഗ്ലാഡിയേറ്റർ ആണെങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്യുമെന്നാണ് ഇസ്ലാമിന്റെ സ്റ്റാൻസ്. പക്ഷെ ഇസ്ലാമിന്റെ ടീമും ഇസ്ലാമിന്റെ ഫാൻസും വലിയ ഡിസർവിങ് അല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഗൈസ്, ഇതൊരു സൂപ്പർ ഫൈറ്റ് ആണ്. വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ ഇനിയുള്ളൊരു ഈ ഫൈറ്റ് നടക്കാനുള്ള ഒരു ചാൻസ്, അല്ലെങ്കിൽ ഈ ഫൈറ്റിനുള്ള ടൈം എടുക്കും. കാരണം 1-2 ഫൈറ്റിനുള്ളിൽ ഇസ്ലാം പോകും വെൽറ്റർ വെയിറ്റിലോട്ട്. ഒരു മെഗാ ഫൈറ്റിന് വേണ്ടിയുള്ള എല്ലാ സാധനവും ഒരുങ്ങി വരുമ്പോൾ ഫാൻസ് തന്നെ വേണ്ടെന്ന് പറഞ്ഞ് നിഷേധിക്കണം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്ന ഒരു ഫൈറ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ പറയണത് എനിക്കറിയാൻ പാടില്ല. എനിവേ ഐ ആം സോ എക്സൈറ്റഡ് ഫോർ ദിസ് ഫൈറ്റ്. ഐ ഹോപ്പ് ദിസ് ഫൈറ്റ് ഹാപ്പൻസ്. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതേപോലത്തെ വീക്ക്ലി ന്യൂസിന്റെ എപ്പിസോഡായിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്. ലൈക്ക് ഷെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.